അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ സ്വിമ്മിംഗ് പൂള് നിങ്ങളുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും കാറ്റടിച്ചിട്ട് അങ്ങനെയും കുട്ടികളെ ഇരുത്താൻ പറ്റും. സേഫാണ്, കാരണം ഇതിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെയും എയർ ഫില്ലാവുന്നുണ്ട് താഴ്ഭാഗത്ത്. അപ്പോൾ തലടിച്ച് വീണാലും പരിക്ക് പറ്റില്ല. ഹായ് ഫ്രണ്ട്സ്, ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു സ്വിമ്മിംഗ് പൂളാട്ടത്. നമ്മുടെ കുട്ടിക്ക് വാങ്ങിയതാണ്. 3 feet സ്വിമ്മിംഗ് പൂളാണ്. ഇൻഡെക്സ് എന്ന ബ്രാൻഡിൻ്റെതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എയർ ഫില്ല് ചെയ്തതിൻ്റെ ശേഷമാണ് വീഡിയോ എടുത്ത്. മാത്രമല്ലാതെ വാങ്ങിയിട്ട് 1 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള ഒരു പെട്ടിയിലാണ് ഇത് വരുന്നത്. ചെറിയൊരു പെട്ടിയിലാണ് വരുന്നത്. ഇത്ര പോകുന്ന പെട്ടിയിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് പഞ്ചർ ഒട്ടിക്കാനുള്ള ഒരു ചെറിയൊരു സ്ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ പഞ്ചേഴ്സ് വരികയാണെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ആ ഒരു സാധനം ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കിത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഇൻഡെക്സ് എന്നാണ് ബ്രാൻഡ്. ഇതിവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ കടയിൽ വില ചോദിച്ചപ്പോൾ 500 രൂപയുടെ മുകളിലാണ് വില വന്നത്. ഇത് നമുക്ക് 350-400 രൂപ റേഞ്ചിൽ ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ നിന്ന് ഇത് വാങ്ങിയപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ അതാണ് ഇൻഡെക്സ് എന്ന ബ്രാൻഡ്. അപ്പോൾ ഇൻഡെക്സ് എന്ന ഈ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ ഫാൻസിയിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നാട്ടിൽ നോക്കിയപ്പോൾ, പക്ഷേ വില കൂടുതലാണ്. അപ്പോൾ ഞാൻ ആമസോണിൽ ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ആമസോണിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ 380 രൂപ ഇതിന് വിലയായിട്ടുള്ളൂ. 380 മുതൽ 420 രൂപയ്ക്ക് വരെ ഇത് അവൈലബിൾ ആണ്. രണ്ട് ഫീറ്റിന് നമുക്ക് 300 രൂപയ്ക്ക് അവൈലബിൾ ആണ്. 299 രൂപയ്ക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഇത് 3 അടി വരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് വാങ്ങിയത്. ഇതിൻ്റെ കൂടെ ഈ ഒരു പമ്പ് വാങ്ങുന്നത് നിങ്ങൾക്ക് നന്നാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പമ്പ് വാങ്ങുന്നത് നന്നാവും. ഇത് ആക്ച്വലി ബലൂണിലേക്ക് കാറ്റടിക്കുന്ന പമ്പാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട്, പക്ഷേ കുറഞ്ഞ വിലയിൽ വാങ്ങാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇതിന് 99 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനവും അതിൻ്റെ കൂടെ വാങ്ങി നന്നാവും. ഇതിൽ ഊതിയിട്ട് കാറ്റ് ഫില്ല് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം പമ്പ് വാങ്ങിയില്ലായിരുന്നു, നമുക്ക് ഊതിയിട്ട് ഫില്ല് ചെയ്യാമെന്ന് കരുതി. പക്ഷേ ഊതിയപ്പോൾ മനസ്സിലായി പമ്പ് നിർബന്ധമാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പമ്പ്, ഇത് ഏറ്റവും വില കുറഞ്ഞ പമ്പാണ്. ഇത് ബലൂൺ വീർപ്പിക്കുന്ന പമ്പാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പഞ്ചർ ഉണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചാൽ നമുക്ക് അധികം ഉണ്ടാവില്ല. ആകെ ഒറ്റ ഒന്നാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പ് മാത്രമാണ് വരുന്നത്. നമുക്ക് മുറിച്ചിട്ട് പഞ്ചറുള്ള സ്ഥലത്ത് ഒട്ടിച്ചാൽ അതിന് പരിഹാരമാവുമെന്നാണ് കമ്പനി പറയുന്നത്. ഏതായാലും 1 മാസമായിട്ടും നമ്മൾ വാങ്ങിയ സ്വിമ്മിംഗ് പൂളിന് പഞ്ചറൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിൽ ഈ സ്വിമ്മിംഗ് പൂളിന് ചുറ്റും കുറേ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസാണ്. അതായത് അഡൾട്ട്സിൻ്റെ അസിസ്റ്റൻസ് ഇല്ലാതെ കുട്ടികളെ സ്വന്തത്തിൽ ഇരുത്തരുത് തുടങ്ങി കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഡേഞ്ചറാന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അതിൻ്റെ ചുറ്റും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൽ ഞാനിപ്പോൾ നമ്മുടെ മോനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടില്ല. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് എയർ നിറച്ചിട്ട് അതിൽ ആളിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സ്റ്റേജ് ഉണ്ട്. കാറ്റടിച്ചിട്ട് അങ്ങനെയും കുട്ടികളെ ഇരുത്താൻ പറ്റും. സേഫാണ്, കാരണം ഇതിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെയും എയർ ഫില്ലാവുന്നുണ്ട് താഴ്ഭാഗത്ത്. അപ്പോൾ തലടിച്ച് വീണാലും പരിക്ക് പറ്റില്ല. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ സ്വിമ്മിംഗ് പൂള് നിങ്ങളുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും, അപ്പോൾ അത് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോയ് തന്നെയാണ് കുട്ടികൾക്ക്. 3 മീറ്റർ വാങ്ങിയ കുട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ. കിടക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ടാവും. 2 മീറ്റർ വാങ്ങിയാൽ അത് ഉണ്ടാവില്ല, ഇരിക്കാൻ മാത്രമേ സ്പേസ് ഉണ്ടാവുള്ളൂ. ഏതായാലും ഏകദേശം ഒരു 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് വെരി യൂസ്ഫുള്ളാണ്. അവർക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇവിടെ കുറേ വാർണിങ്സ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും വായിച്ചിട്ട് ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം. ഡു നോട്ട് ലീവ് ചിൽഡ്രൻ അൺസൂപ്പർവൈസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് കുട്ടികൾ ഒറ്റയ്ക്ക് ഇതിൽ കിടത്തി പോകരുത് എന്നാണ്. അത് ഇതിൽ വെള്ളം ഉള്ളപ്പോൾ ഉള്ള കാര്യമാണ്. വെള്ളം ഇല്ലാത്തപ്പോൾ അത് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും. ഇതുവരെയും ബൈ.